വിവാദ പരാമർശത്തിൽ വഖഫ് ബോർഡ് ചെയർമാനെതിരെ മുനമ്പം സമരസമിതി രംഗത്ത്. തീവ്രവാദ സംഘടനകൾക്ക് ശക്തി പകരുന്ന പ്രസ്താവനയാണ് സക്കീറിന്റേത്. മതേതരത്വം തകർക്കുന്ന പരാമർശമെന്നും മുനമ്പം സമരസമിതി നേതാവ് ജോസഫ് ബെന്നി ജനം ടിവിയോട്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വഖഫ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അത്തരം നടപടികൾ തുടരും, ശക്തമാക്കുമെന്നാണ് വഖഫ് ബോർഡ് ചെയർമാനായിട്ടുള്ള MK സക്കീർ കോഴിക്കോട് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ മുനമ്പത്തിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ MK സക്കീറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് മുനമ്പത്തേത് കയ്യേറ്റങ്ങൾ മറയ്ക്കുവാനായിട്ടുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അത്തരമുള്ള ഒരു നീക്കമാണ് എന്നുള്ളതാണ് സക്കീറിന്റെ വിവാദപരമായിട്ടുള്ള പരാമർശം. അതിൽ മുനമ്പം സമരസമിതി നേതാവായിട്ടുള്ള ജോസഫ് ബെന്നി പ്രതികരിക്കുന്നുണ്ട്. സക്കീറിന്റെ വാക്കുകളൊക്കെ തന്നെ കേട്ടതാണ്. മുനമ്പത്തേത് കയ്യേറ്റങ്ങൾ മറയ്ക്കുവാനായിട്ടുള്ള ഒരു ശ്രമം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതായത് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ കേരള ഗവൺമെൻറ് നിയോഗിച്ചിട്ടുള്ളത് വസ്തുതകൾ പഠിക്കുന്നതിന് വേണ്ടിയാണ്. ആ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ കേസുണ്ട്, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലും കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് കാണിക്കുന്ന കേസ് ട്രൈബ്യൂണലിൽ നടക്കുന്നുണ്ട്. ഈ വസ്തുതകളെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ചില നിക്ഷിപ്ത താല്പര്യമുള്ള തീവ്ര നിലപാടുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉത്തേജിപ്പിക്കുന്നതിനും അവർക്ക് പിന്തുണ കൊടുക്കുന്നതിനും വേണ്ടിയാണ് വഖഫ് ബോർഡ് ചെയർമാൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന, വിവാദ പ്രസ്താവന ഈ സമയത്ത് നടത്തിയിരിക്കുന്നത്. ഇത് കേരള സമൂഹത്തിൽ സമാധാനം നിലനിർത്താനുള്ള മാർഗമല്ല, മറിച്ച് സമാധാനത്തെ തകർക്കാനുള്ള ഒരു പ്രസ്താവനയാണ്. അതുകൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് തന്നെ രാജിവെച്ച് പോകണമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. മുനമ്പത്തേത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. 1976 പറവൂർ സബ് കോടതിയിൽ നടന്ന കേസ് 12 വർഷം ആ കേസ് നീണ്ടുപോയി. 1988 അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഫറൂഖ് കോളേജ് ഭൂമി വിൽക്കുന്നതിനും അതോടൊപ്പം തന്നെ അവിടുത്തെ കുഴിപ്പള്ളി വില്ലേജ് ഓഫീസർക്ക് പറവൂർ സബ് കോടതി അത് അളന്ന് തിട്ടപ്പെടുത്തി കൊടുക്കുന്നതിനുമുള്ള ഓർഡറുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ താമസക്കാരായിട്ടുള്ള അന്നത്തെ 218 വീട്ടുകാർ അവർ പറഞ്ഞ പണം കൊടുത്ത് ഞങ്ങൾ ഭൂമി വാങ്ങിയത്. ആ വിധിയിൽ കൃത്യമായി പറയുന്നുണ്ട് 14 വീട്ടുകാർ അവിടുത്തെ സ്ഥിര താമസക്കാരാണെന്നും. അങ്ങനെ സ്ഥിര താമസക്കാരും അല്ലാതെയുമുള്ള ആളുകൾ താമസിക്കുന്ന ഒരിടം 12 വർഷം കേസ് നടത്തിയത് കുടിയാൻ സംഘമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഒരിക്കലും വഖഫ് പ്രോപ്പർട്ടിയെ അല്ല. അതിൻ്റെ വാദങ്ങൾ ഞങ്ങൾ ശരിയായ രീതിയിൽ ട്രൈബ്യൂണൽ സമർപ്പിക്കുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശനം അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഈ തീവ്രവാദി ശക്തികൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടിയാണ്. അത് നമ്മുടെ സമാധാനാന്തരീക്ഷം ഇല്ലായ്മ തന്നെ ചെയ്യും. തീർച്ചയായിട്ടും MK സക്കീറിന്റെ പ്രസ്താവനയെ അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് മുനമ്പം സമരസമിതി. അവർ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെതിരായിട്ട് വഖഫ് സംരക്ഷണ വേദി നൽകിയിട്ടുള്ള ഹൈക്കോടതി നൽകിയിട്ടുള്ള ഹർജിയിൽ കക്ഷി ചേരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും MK സക്കീർ നടത്തിയ പ്രസ്താവന നിരുത്തരവാദപരമാണ്. MK സക്കീർ ആ സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്നുള്ളതാണ് മുനമ്പം സമരസമിതിയുടെ ആവശ്യം. ക്യാമറാമാൻ ഗോപകുമാറിനൊപ്പം രേഷ്മ ബാബു, ജനം, കൊച്ചി.